അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുടുംബകാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നവരോട് ചിലത് പറയാനുണ്ട്. കേൾക്കുക. നാം മനുഷ്യരാണ്. മനുഷ്യരാകുമ്പോൾ പരസ്പരം സൗഹൃദവും സന്തോഷങ്ങളും ദുഃഖങ്ങളുമൊക്കെ പങ്കുവെക്കേണ്ടി വരും. കുടുംബമായി ജീവിക്കുമ്പോൾ നാം വളരെ സൂക്ഷിക്കണം. ഇന്ന് സോഷ്യൽ മീഡിയയുടെ യുഗമാണല്ലോ. കാണുന്നത് മുഴുവൻ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് സന്തോഷിക്കുന്ന പലരുമുണ്ട്. ഉടുതുണി പോലുമില്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ ഫോട്ടോകളും വീഡിയോകളുമൊക്കെ പ്രചരിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അതൊരു ജീവിതമാർഗമായി കണ്ടവരും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? നമ്മൾ ചിന്തിക്കുക. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കുടുംബകാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ വളരെ നമ്മൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് സാധാരണ ഒരു പ്രവർത്തകൻ സോഷ്യൽ മീഡിയയിലൂടെ കുടുംബ വിശേഷങ്ങളും മറ്റുമൊക്കെ ഫോട്ടോകളാകട്ടെ, വീഡിയോകളാകട്ടെ, മറ്റു വിവരങ്ങളാകട്ടെ പങ്കുവെക്കുന്നത് പോലെയല്ല സാമൂഹിക മേഖലകളിൽ, അത് രാഷ്ട്രീയമാകട്ടെ, മതമാകട്ടെ, അതല്ലാതെ ഏത് മേഖലയിൽ നിന്നാകട്ടെ, ഭരണകർത്താക്കളാകട്ടെ, ആരുമാകട്ടെ സോഷ്യൽ മീഡിയയുടെ പങ്കുവെക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നതാണ് പറയാനുള്ളത്. നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളുടെ ഭാര്യയ്ക്ക് നമ്മൾ ഭർത്താവാണ്, മക്കൾക്ക് നമ്മൾ പിതാവാണ്, മാതാപിതാക്കൾക്ക് നമ്മൾ മകനാണ്, സഹോദരന് ഒരുപക്ഷെ നമ്മൾ ജ്യേഷ്ഠനായിരിക്കാം, അതല്ലെങ്കിൽ അനുജനായിരിക്കാം, സഹോദരിക്ക് നമ്മൾ സഹോദരനാണ്, ഭാര്യ പിതാവിന് നമ്മൾ മരുമകനാണ്, ഭാര്യ മാതാവിനും അതുപോലെ തന്നെ, ഭാര്യ സഹോദരന്മാർക്ക് നമ്മൾ അളിയനായിരിക്കാം. അങ്ങനെ നമ്മുടെ ബന്ധങ്ങൾ അങ്ങനെ അതിൻ്റെ സ്ഥാനങ്ങൾ മാറി മറിഞ്ഞു വരും എന്നത് മറ്റൊരു കാര്യം. പേരമക്കളുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ വല്ലുപ്പയാണ്. അപ്പോൾ ഈ ഓരോരോ സ്ഥാനങ്ങൾക്കും അനുസരിച്ചായിരിക്കണം നമ്മൾ കുടുംബത്തോട് പെരുമാറേണ്ടത്, ബന്ധപ്പെടേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓരോ സ്ഥാനവും അനുസരിച്ച് നമ്മൾ കുടുംബത്തിൽ പെരുമാറണം. അതാണ് ചുരുക്കം. അപ്പൊ നമ്മൾ കുടുംബത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ എത്ര വലിയ നേതാവാണെങ്കിലും, എത്ര വലിയ ഉന്നതനാണെങ്കിലും, ഏത് വലിയ സെലിബ്രിറ്റി ആണെങ്കിലും, ഏത് ഭരണകർത്താവാണെങ്കിലും അവിടെ ആ റോള് നമ്മൾ അഭിനയിക്കാൻ പാടില്ല. കുടുംബത്തിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കണം? അവിടെ നമുക്ക് എന്താണോ സ്ഥാനമുള്ളത്, ചിലപ്പോൾ ഭാര്യയ്ക്ക് മുന്നിൽ ഭർത്താവ്, മക്കൾക്ക് മുന്നിൽ പിതാവ്, ഉമ്മാക്ക് ഉപ്പാക്ക് മുന്നിൽ മകൻ, ആ നിലയിലായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. നമ്മൾ ഒരുപക്ഷെ രാജ്യത്തെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആളായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഉയർന്ന ലെവലിൽ നിൽക്കുന്ന ആളായിരിക്കും. പക്ഷേ ആ ഹുങ്കോ അഹങ്കാരങ്ങളോ, അഹങ്കാരം പാടില്ല, അത് മറ്റൊന്ന്, ഒന്നും ഇവിടെ കാണിക്കരുത്. നമ്മൾ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ, കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അതൊന്നും പ്രകടിപ്പിക്കരുത്. അതോടൊപ്പം കുടുംബത്തോടൊപ്പം നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫോട്ടോകൾ എടുക്കും, സൗഹൃദങ്ങൾ പങ്കുവെക്കും, തമാശകൾ പറയും. അതൊക്കെ സർവ്വസാധാരണയാണ്. അതൊക്കെ ഒരുപക്ഷെ അത് വീഡിയോകളും എടുക്കും. അത്തരം ഫോട്ടോകളും വീഡിയോകളും തമാശകളും സൗഹൃദങ്ങളും എല്ലാം വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങണം, അഥവാ കുടുംബത്തിൽ ഒതുങ്ങണം. അതാണ് പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം എന്നർത്ഥം. ഇതൊന്നും എന്ത് ചെയ്യരുത്? സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കരുത്, പ്രചരിപ്പിക്കരുത്. എത്രയോ ആളുകൾ ഇതൊക്കെ പങ്കുവെച്ച് അവഹേളന ഏൽക്കുന്ന പലരെയും നമ്മൾ കാണാറുണ്ട്. പല രാഷ്ട്രീയ നേതാക്കളും മക്കളോടും പേരമക്കളോടുമൊക്കെ കളിക്കുന്നതും ആസ്വദിക്കുന്നതും ഒക്കെ സോഷ്യൽ മീഡിയയുടെ ഒരുപക്ഷെ അവരോ അവരുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ പങ്കുവെക്കും. പിന്നീട് ഇതിന്റെ പരിഹാസങ്ങളും അവഹേളനകളും ഇവർ ഏൽക്കേണ്ടി വരികയാണ്.
അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതൊന്നും ചെയ്യരുത് എന്നർത്ഥം. ചെറുമക്കളോടൊപ്പം കളിക്കണം, ഉല്ലസിക്കണം, അവരെ താരാട്ട് പാടണം, ഉറക്കണം. അതൊക്കെ സന്തോഷമാണ്, മനസ്സിന് ആനന്ദം നൽകുന്ന കാര്യങ്ങളാണ്. ഈ താരാട്ട് പാടുന്നതും അവരോടൊപ്പം കളിക്കുന്നതും വീഡിയോ എടുത്ത് എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഇടയിലിട്ടുകൊണ്ട് സ്വയം അവഹേളനങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങുന്നത്? ശ്രദ്ധിക്കുക. സാധാ ഒരു പ്രവർത്തകനാണെങ്കിൽ ഒരു പക്ഷേ അത്ര ശ്രദ്ധിച്ചു കൊള്ളണം എന്നില്ല. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ ഇതൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ എത്രമാത്രമാണ് അതിന്റെ അവഹേളനങ്ങൾ അവർക്ക് ഏൽക്കേണ്ടി വരുന്നത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിലൂടെ കുടുംബവിശേഷ വീഡിയോ ഫോട്ടോകളൊന്നും പലരും പ്രചരിപ്പിക്കുന്നത് ഗുണകരം അല്ല എന്നതാണ്. വീട്ടുകാര്യങ്ങളും ഒക്കെ ഇവിടെ ഒതുങ്ങണം. എല്ലാ കാര്യങ്ങളും അത് കുടുംബത്തിൽ ഒതുക്കുക. ചില ആളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഭാര്യ ഒരു ഒത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതിന്റെ ഫോട്ടോസുകൾ എടുക്കും. എന്നിട്ട് ഭാര്യയുടെ ഫോട്ടോസ് കാണണ്ട എന്ന് കരുതി കൂട്ടമായി ഒന്നിച്ചിരുന്ന് ഫോട്ടോസ് എടുത്തിട്ട് ഭാര്യയുടെ ഫോട്ടോ മുഖം മാത്രം ഒരു ഹൈഡ് ചെയ്ത് അവരുടെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പ്രദർശിപ്പിക്കുന്ന ഫോട്ടോകൾ സോഷ്യൽ മീഡിയയുടെ പ്രചരിപ്പിക്കും. എന്തിനീത്? മുഖം മാത്രം മറച്ചത് കൊണ്ടും കാര്യമുണ്ടോ? ഇല്ല. മറക്കുകയാണെങ്കിൽ ഭാര്യയുടെ ഫോട്ടോസ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കരുത്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക. കുടുംബവിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കുടുംബത്തിൽ ഒതുങ്ങട്ടെ. അതൊന്നും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കേണ്ട. അത് അപകടമാണ്, പല നിലക്കും ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.